ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കഴിക്കേ. വേണ്ട മാമി, എനിക്കൊന്നും വേണ്ട. ഞാനിവിടെ പട്ടിണി കിടന്നോളാം. തീരട്ടെ, എന്നെ കൊണ്ടുള്ള ശല്യം തീരട്ടെ. എനിക്ക് ആരുമില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങളും സങ്കടങ്ങളും കേൾക്കാനും പറയാനും എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് ആരും ഇല്ലാതായി പോയില്ലേ. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നിന്നോട് ഇഷ്ടവും സ്നേഹവും ഇല്ലാഞ്ഞിട്ടാണോ നിനക്ക് വേണ്ടി മാമി ഈ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നേ? എനിക്കറിയാം, എല്ലാവരും കൂടി എന്റെ ജീവിതം ഇല്ലാതാക്കും. നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇതൊന്ന് കഴിച്ചേ. വേണ്ട മാമി, എനിക്ക് തീരെ വിശപ്പില്ല. ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തെങ്കിലും കടുകൈ ഞാൻ ചെയ്യും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ ഇല്ലാതാവും, ഉറപ്പാ. നൂറേ, നീ കരുതുന്ന പോലെ അതൊന്നും അത്ര എളുപ്പമല്ല. ഇതെങ്ങാനും ഇവിടെയുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിന്നെ കെട്ടുന്നവനെയും നിന്നെയും നിന്നെ സഹായിച്ച ഈ എന്നെയും അവര് ചിലപ്പോ കൊന്നു കുഴിച്ചു മുടിയുന്നിരിക്കും. അത്രയും വലിയൊരു അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്തണോ? അതിനിതൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല മാമി. 11 മണിക്ക് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരില്ലേ? വിവാഹം നടന്ന കാര്യമൊക്കെ നമുക്കല്ലേ അറിയാവൂ. ഇവർക്കാർക്കും അറിയാൻ പറ്റില്ലല്ലോ. എന്നെ ഒട്ടും കാണാതായാലല്ലേ അതൊരു വലിയ പ്രശ്നമായി മാറേണ്ട കാര്യമുള്ളൂ. ദേവി, ഇത് മാമി എന്നെ ഒന്ന് സഹായിക്കണം. നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കും മോളെ? എന്റെ ഉള്ളിതേ കിടന്ന് പിടയ്ക്കുക. ഞാൻ മാമിയുടെ കാല് പിടിക്കാം, എന്നെ ഒന്ന് സഹായിക്ക. അവരെവിടെ? എല്ലാരും ഞാൻ ചെല്ലാൻ വേണ്ടി കാത്തു നിക്ക. രജിസ്ട്രേഷൻ കഴിഞ്ഞ ആ നിമിഷം ഞാൻ അവിടുന്ന് പോരും. ഞാൻ പോകുന്നതും വരുന്നതും എല്ലാം ഇവിടെയുള്ള ആരും അറിയാൻ പോകുന്നില്ല. മാമിക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഒന്നെന്നെ സഹായിക്കും മാമി. എന്റെ ഉമ്മയോട് പറയും പോലെ പറയാ. നീ എന്നെ സങ്കടപ്പെടുത്തുവാണല്ലോ മോളെ. അവര് നിന്റെയും നസീറിന്റെയും കല്യാണ ലെറ്ററുകൾ വിളിക്കേണ്ടവര് അഡ്രസ് എഴുതിക്കൊണ്ടിരിക്കുക. പാചകക്കാരെ വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിയാവുന്ന ഞാൻ കല്യാണപ്പെട്ട് ജീവനോടെ ഇരുന്നാലല്ലേ ഈ ഒരുക്കങ്ങൾ കൊണ്ട് ഗുണമുള്ളൂ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്ക. ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ നൂർജഹാൻ ഈ ഭൂമിയിലില്ല. മാമിക്ക് ഞാൻ ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ? ശരി, നീ പോയിട്ട് വാ. ഈ ബന്ധം നടക്കണമെന്ന് നീ ഇത്രയേറെ ആഗ്രഹിക്കുമ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഏക സഹായം ഇത് തന്നെയാ. മോള് പോയിട്ട് വാ, പോയി കാര്യങ്ങൾ നടത്തി വാ. പക്ഷെ ഒരു കാര്യം എന്റെ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാമിയെ കത്തുന്ന ചിതയുടെ പുറത്ത് വെച്ചിട്ടാ മോള് പോകുന്നെന്ന്. താങ്ക്സ് മാമി. മാമിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ മാമിയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. മാപ്പ്. ചെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയിട്ട് വാ മോളെ. സൂക്ഷിക്കണേ.